ഹായ് ഗൈസ്, രാവിലെ തുടങ്ങിയ വർക്കാണ് ഗൈസ്. മഴ പെയ്തിട്ടുണ്ടായിരുന്നു, അന്നിപ്പം ഉണങ്ങാനുള്ള കുറച്ച് ബുദ്ധിമുട്ട്. എന്നിട്ട് രണ്ടെണ്ണം ഒരുമിച്ച് ചെയ്യുകയാണ്. ഒന്ന് വരച്ച് എൻ്റെ ഗോഡൗണ് കൊണ്ടുവച്ചേക്ക്. ഞാനിപ്പോൾ കണ്ണൻ്റെ ഏരിയ ഒക്കെ മാറ്റിയത് കൊണ്ട് എനിക്ക് വെക്കാൻ കുറച്ച് സ്പേസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്നിപ്പോൾ അവിടത്തേക്ക് വെച്ചു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇരുത്താട്ടോ. പിന്നൊന്നും കഴിച്ചിട്ടില്ല, ലഞ്ച് കഴിച്ചിട്ടില്ല. ഡിന്നർ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇതൊന്ന് തീർക്കണം. കേട്ടില്ല ഇടി വെട്ടുന്നത്. ഇതുവരെ നല്ല മഴയായി, നിപ്പില്ലാത്ത മഴ. അപ്പോൾ എനിക്കാണെങ്കിൽ ടെൻഷൻ അടിച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ, അന്നപ്പം മൈഗ്രെയിൻ വരും. അപ്പോൾ എൻ്റെ മകന് ജില്ലയിൽ സ്പോർട്സിന് പോയിട്ടുണ്ട്. നിന്നോടാണ് കുപ്പികളിൽ ഒന്ന് മൂത്ത കുപ്പി ഉണ്ടല്ലോ, അത് സ്പോർട്സിന് പോയിട്ടുണ്ട് ഇവിടെ കോഴിക്കോട്. എന്നിട്ട് എൻ്റെ മോന് ജില്ലയിൽ പോയിട്ടുണ്ട്. ഒരു 5 മണി ആ ഒരു ടൈം തൊട്ടിട്ട് നല്ല മഴ. അപ്പോൾ എന്താണ്, സ്പോർട്സ് നടത്തുന്നുണ്ടോ, തിരിച്ചെപ്പോൾ എത്തും? എൻ്റെ ഫോണിലേക്കാണെങ്കിൽ കോളുകൾ വരൂല. അരുണിനെ വിളിച്ചാൽ അവന് ഫോൺ എടുക്കാൻ പറ്റിയില്ല, ഡ്യൂട്ടിയിലാണ്. അപ്പം അതൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ വല്ലാത്തൊരു ടെൻഷന്. അപ്പോൾ അത് ഈ കുപ്പികളെ കളിയാക്കുന്ന ആൾക്കാർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, അത് അമ്മമാർക്ക് മാത്രമേ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അപ്പം അതും കൂടി ടെൻഷനും കൂടി അടിച്ചിട്ട് തലവേദന വരിക എനിക്ക്. വർക്കാണെങ്കിൽ കുറേ പെൻഡിങ്ങിലുണ്ട് താനും. അപ്പം എന്താ ഒരു ടെൻഷൻ, എവിടെ എത്തി എങ്ങനെ എത്തി എന്നൊന്നും അറിയാണ്ട് നിൽക്കുമ്പോൾ ഉണ്ടാവുന്നൊരു ടെൻഷൻ ഉണ്ടല്ലോ. അപ്പം നിങ്ങൾ വിചാരിക്കും മാഷ വിളിച്ച് ചോദിച്ചാൽ പോരേന്ന്. മാഷ ഏതാ കൂടെ പോയതെന്നൊന്നും സത്യം പറയാച്ചാൽ എനിക്കറിയില്ല കേട്ടോ. ഒക്കെ അരുണാണ് ഓനെ കൊണ്ടച്ചാക്കലും. പുലർച്ചെ രാവിലെ 6 മണിക്ക് കൊണ്ടച്ചാക്കണം. അരുണാണ് കൊണ്ടച്ചാക്കലും മാഷിയുടെ നമ്പറും ഒക്കെ. അരുണിനായിട്ട് വിളിച്ചാൽ കിട്ടിയില്ല, ഡ്യൂട്ടിയിലും ആണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, മോനെ അധികം ലേറ്റ് ആകുക വെച്ചാൽ നീ കൊയിലാണ്ടിൽ നിന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് നീ പോരുകണ്ടെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതുവരെ എത്തിയില്ല, സമയം 7:30 ആയി. അതാണ് ഗൈസ് ടെൻഷന്. അപ്പം ഈ കുപ്പികളില്ലാത്ത ആൾക്കാരോട് ഇത് പറഞ്ഞാൽ മനസ്സിലാവൂല. പലരും എന്നോട് ചോദിക്കലുണ്ട്, ആ പെണ്ണിന് എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന്. ഇപ്പം മനസ്സിലായോ? പൊടി കുഞ്ഞുങ്ങളെയൊക്കെ കുപ്പികൾ എന്നൊക്കെ പറയുന്നത്, ഇവളെയൊക്കെ എന്താ പറയുക, ഓളെയൊക്കെ ബ്രാൻഡിക്കുപ്പി എന്ന് പറഞ്ഞാൽ പോരാ, അതൊക്കെ അപ്പുറം പറയേണ്ടി വരും. അപ്പം അങ്ങനെയാണ്. ഏതായാലും ദൈവത്തിനെ വരയ്ക്കുന്ന സമയത്തല്ലേ പറയുന്നത്, കൊടുക്കും ദൈവം. കാരണം എന്താ വെച്ചാൽ ഈ 8ഉം 8ഉം തിരിയാത്ത മക്കളെ കുറിച്ചൊക്കെ ഇങ്ങനെയൊക്കെ പറയാന്ന് പറയുന്നത്, അത് വിവരമില്ലാഞ്ഞിട്ടാണോ വിവരം കൂടിയിട്ടാണോ എന്നുള്ളത് അറിയില്ലേ. പിന്നെ വേറൊരു കാര്യം കൂടി പറയാറുണ്ട്, എന്നോട് ഫോട്ടോ മേടിക്കുന്ന ആൾക്കാർ എന്താ അവരുദ്ദേശിക്കുന്ന ഭാഷ എന്ന് ഞാൻ പറയുന്നില്ല. കാരണം നമുക്കൊരു നിലവാരമുണ്ടല്ലോ. അത് പറയലേ ലസിത പാലക്കലും ഇവളുമാണ്. ഇവരൊക്കെ ഇങ്ങനെ നോക്കിയിട്ടും എൻ്റെ ഓർഡർ അല്ലേ എൻ്റെ ഫോട്ടോ വരപ്പ് തടയാൻ പറ്റുന്നില്ല. അവർക്ക് അതിൻ്റെ ഒരു പ്രശ്നമാണ്. അതാണ് അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയാണ് ഗൈസ് സംഭവങ്ങളൊക്കെ. മഴ പിന്നെയും പെയ്യുന്നടോ, ടെൻഷൻ ആവുന്നുണ്ടോ, എന്താ ചെയ്യുക. പിള്ളേർ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ട് തിരിച്ച് വീട്ടിലെത്തോളും ടെൻഷനാണ്. അതൊന്നുമില്ലേ ലസിത പാലക്കലിന് പറഞ്ഞാൽ മനസ്സിലാവും കേട്ടോ, പ്രിയക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും.
ഫുഡ് എനിക്ക് ഇന്ന് വർക്ക് രാവിലെ ഇരിക്കൽ തുടങ്ങിയതുകൊണ്ട് ഫുഡൊന്നും വെക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. എന്നിട്ട് സത്യം പറയാ ഫുഡൊന്നും ആക്കിയില്ല. അപ്പം ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ പുട്ടുപൊടി കുഴച്ച് വെച്ചിട്ടുണ്ട്, പഴമുണ്ട്. അപ്പോൾ വന്ന പാടക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ കൊടുക്കുമ്പോൾ എന്നല്ല, മനുഷ്യനെ തിന്നാൻ തക്കത്തോണാണ് വരിക. അത്രയും ടയേർഡായിട്ടാണ് വരിക. അപ്പോൾ വന്നാലൊരു ജ്യൂസ് അടിച്ച് കുടിക്കലും ഒക്കെ ഉണ്ട്. അപ്പം അതിനുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കി വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി വന്നാൽ അറിയാം എന്താ അവസ്ഥ. ഇന്നലെ ഓട്ടത്തിന് കൂടിയിട്ട് 400 മീറ്ററിന് 4th ആട്ടോ കിട്ടിയത്. എന്നാലും 4th കിട്ടിയില്ലേ എന്നുള്ളൊരു ഇതുണ്ട് കേട്ടോ. അപ്പം അതന്നെ ഭയങ്കര സന്തോഷം. ഇന്ന് എന്തൊക്കെയോ പേരൊക്കെ പറയുന്നതായിട്ട് എന്തൊക്കെയാണെന്നറിയില്ല. നാളെ തോന്നുന്നു എന്തൊക്കെയാണെന്നൊന്നും അറിയില്ല. അപ്പം അങ്ങനെയാണ് ഗൈസ്. ഞാനിത് നല്ല തീർത്താവട്ടെ. ഇത് തീർന്ന് എന്തായാലും ഒരു രാത്രിയാകുമ്പോഴേക്കും ഞാൻ ഹോസ്പിറ്റലിലാവും എന്നുള്ളത് ഉറപ്പാണ്. കാരണം എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഈ മഴ പെയ്യുന്നത് കൊണ്ടാട്ടോ. കുട എടുത്തുക്കുവോ എങ്ങനെയാണ് മാഷ്മാർ ഇവിടെ എത്തിക്കണമല്ലോ. അവർക്ക് അതിനുള്ള ഉത്തരവാദിത്തം ഉണ്ടല്ലോ. പിന്നെ 10-15 വയസ്സായ കുട്ടിയല്ലേ എന്നുള്ളത് കൊണ്ട്. പക്ഷെ മഴ ഇടിയൊക്കെ ഉള്ളപ്പോൾ നമുക്കൊരു ടെൻഷനാണല്ലോ. ആ ഒരു ടെൻഷനൊന്നും അല്ലാണ്ട്. അപ്പോൾ എന്നോട് പ്രത്യേകിച്ച് ഡോക്ടർ പറഞ്ഞത് ടെൻഷൻ അടിക്കരുത് എന്നുള്ളതാണ്. പക്ഷെ എന്തായി ഏതായി എന്നറിയാനിട്ടുള്ളൊരു ടെൻഷൻ. അപ്പം അങ്ങനെയാണ്. അപ്പം എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് അതേ ഗിൽറ്റർ വായിൽ ഞാനത് ഇതാക്കിനല്ലോ. അപ്പം ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്റ്റ്